2 ദിവസമായിട്ട് പോലീസ് വിളിയോടെ വിളിക്കുക. ആ വക്കീൽ പറഞ്ഞ സംസ്ഥാനം മാറിയേക്കാൻ കുഴപ്പമില്ല, ഒന്ന് മസനഗുഡി പോയി കറങ്ങിട്ട് വരാം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കാണാണ്ടായിട്ട് 7 ദിവസം കഴിഞ്ഞു. ഇത്രയും ദിവസം എന്നാലും ആർക്കും പിടികൊടുക്കാണ്ട് ഒളിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ രാഹുലേട്ടായിക്ക് എന്തോരം കഴിവുണ്ടായിട്ട് വേണം. ശരിക്കും രാഹുലേട്ടായി ഒരു കില്ലാടി തന്നെ. നാട്ടിലാളൊരു മാന്യൻ, എന്നാലേ അവന്റെ കളി മുഴുവൻ നാട്ടിന് പുറത്താ. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? കർണാടകയിലെ അനക്കലിലെ നിർമ്മാണത്തിലിരിക്കുന്ന റിസോർട്ടിലാണ് രാഹുൽ ഒളിവിലുള്ളതെന്ന വിവരം 24 പുറത്തുവിട്ടത്. അവൻ പണ്ട് തൊട്ടേ അങ്ങനെയാ, മനസ്സ് വിഷമിച്ച അപ്പ സ്ഥലം വിട്ടുകളെ. ഞാൻ എപ്പോഴും അങ്ങനെ ടൂറില്ല. ഇപ്പൊ രാവിലെ നമ്മൾ കണ്ടിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് വിളിച്ചു ചോദിച്ചാൽ പറയും ജപ്പാനിലാണ്. എനിക്കിപ്പോ അവരെ കാണണം, എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം. അവിടെ ഇരുന്ന് 2 റീൽസ് എടുക്ക് രാഹുലേട്ടായി, ഒന്നും കൂടെ വൈറലാവട്ടെ. കളിയാക്കുമ്പോ ഇതിൽ കൂടുതൽ ഇനി എന്തിട്ടാ വൈറലാവാനുള്ളല്ലേ? നിങ്ങളുടെ ഒരടവും ഈ ഗോപാലകൃഷ്ണ പണിക്കെടുത്ത് എടുക്കണ്ട. രാഹുലേട്ടായിയുടെ വാർത്ത ഇപ്പൊ നാഷണൽ മീഡിയ വരെ എടുത്തിട്ട് അലക്കല്ലേ. അങ്ങനെ രാഹുലേട്ടായും പാൻ ഇന്ത്യൻ സ്റ്റാർ ആയി. ഏട്ടായിയുടെ ടൈം നല്ല ബെസ്റ്റ് ടൈം തന്നെ. അതായത് ഈ വിഷവൈദ്യന്മാര് ഉഗ്രവിഷമുള്ള പാമ്പിനെ വിളിച്ചു വരുത്തി അതിനെ കൊണ്ട് കടിയേറ്റവന്റെ മുറിപ്പാടിൽ നിന്നും വിഷം വലിച്ചെടുപ്പിക്കില്ലേ? അതാണ് എന്റെ പ്ലാൻ. അദ്ദേഹം എന്തിനാ ഓടുന്നത്? അദ്ദേഹമല്ലേ പറഞ്ഞ ഞാനൊന്നും ചെയ്തില്ല, അത് ചെയ്തില്ല. അപ്പൊ നട്ടിൽ നിലപാടുണ്ടെങ്കിൽ സറണ്ടർ ചെയ്തിട്ട് ചോദ്യം ചെയ്തിട്ട് പോലീസ് എന്തിനാ ഒളിവിൽ പോകുന്നത്? എവിടെ അവന്റെ നട്ടിൽ? എവിടെ ഈ MLA നിലപാട്? അറിയില്ല, എനിക്കൊന്നും അറിയില്ല. നട്ടല്ലോ അതെന്തൊക്കെ സാധനം ചോദിക്കണ്ടാവും രാഹുലേട്ടായി. പിന്നെ ഈ ഓട്ടം അത് സത്യം ജയിപ്പിക്കാനുള്ള വാമപ്പാണ്. പാർട്ടി ഏൽപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്, അല്ലാതെ മതിലയാടാനല്ല. നീ ഇങ്ങനെ ഒരു ഉത്തരവാദിത്വമില്ലാതെ വെടിയും വെച്ചോണ്ട് നടന്നോ? മുമ്പേ പറഞ്ഞതല്ലേ രാഹുലേട്ടായിക്ക് കുറെ കഴിവുണ്ട്, മൾട്ടി ടാലന്റഡ് പേഴ്സൺ ആണെന്ന്. ഈ കഴിവൊക്കെ അതിൽ വെട്ടതാ. പക്ഷെ എന്ത് ചെയ്യാനാ, ഫെനി നൈനാനെ പോലുള്ള ചങ്കുകൾക്കല്ലാണ്ട് ബാക്കി ആർക്കും രാഹുലേട്ടായിയുടെ ആ ഒരു കഴിവ് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. അല്ല അച്ഛൻ എന്തുവാ ഈ പറഞ്ഞു വരുന്നേ? ഈ ഒളിവ് കേന്ദ്രങ്ങളിലും ഒളിവ് താമസവും ഒക്കെ തന്നെ കോൺഗ്രസിന്റെ ഒരു വിഭാഗം സംസ്ഥാന നേതാക്കൾ അറിഞ്ഞുകൊണ്ടാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞങ്ങൾ അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത്, തല ഉയർത്തിയാ നിൽക്കുന്നത്. പിന്നല്ല, മനുഷ്യത്വം മരവിച്ചു പോണ കാര്യങ്ങൾ കേട്ടിട്ടും നടപടി സസ്പെൻഷനിൽ മാത്രം ഒതുക്കില്ലേ? ദണ്ടാ ഞങ്ങളുടെ ജനാധിപത്യ പാർട്ടി. എന്തരാണെന്ന് അറിഞ്ഞൂടാ, ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി കയറി വരും. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായി. പ്രയോഗിക്കല്ലേ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കല്ലേ. അതെ, ഒരു 2-3 ലോഡ് ബ്രഹ്മാസ്ത്രം ഇറക്കുമതി ചെയ്യാൻ വല്ല വഴിയുണ്ടാ?